ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന വിലയിരുത്തലുകളോ അല്ലെങ്കിൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രചരണങ്ങളോ അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നടക്കുന്നത്. എന്താണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം? രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ വിവിധ സർവേകൾ, നിരവധിയായിട്ടുള്ള പത്ര റിപ്പോർട്ടുകൾ എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ തുടക്കത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നില്ല. സ്വാഭാവികമായും അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂരാണ്. അദ്ദേഹം MP എന്ന രീതിയിൽ കാലങ്ങളായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. MP എന്ന നിലയിൽ 2019 അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത്. പിന്നീട് 2014 19 ജയിച്ചു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം 15 കൊല്ലം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് ഒരു MP എന്ന നിലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, അതുമാത്രമല്ല അദ്ദേഹം വിശ്വപൗരൻ കൂടിയാണ്. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന നിരവധിയായ അന്താരാഷ്ട്ര ശ്രദ്ധയുള്ള, അന്താരാഷ്ട്ര പ്രഭാഷണങ്ങൾ നടത്തുന്ന, ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപെട്ട് അതിന് അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം ഓൾറെഡി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല MP എന്ന നിലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ CPMന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് അധികം വൈകാതെ അവർ തീരുമാനിച്ചു. CPIയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം ഒരു തവണ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം അവിടുന്ന് MP ആയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആയി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. ആർക്കും ഒരു എതിരഭിപ്രായം പറയാനില്ലാത്ത കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ പന്ന്യൻ രവീന്ദ്രൻ സഖാവാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പിന്നെ വന്നത്. ഏറ്റവും ഒടുവിലാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഒരു കാലത്ത് ഏറ്റവും ആദ്യം BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, A ക്ലാസ് മണ്ഡലങ്ങളിൽ വളരെ പരിഗണന നൽകിയ ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. അവിടെ O രാജഗോപാലൊക്കെ ശക്തമായ ഒരു ഫൈറ്റ് ശശി തരൂരുമായി നടത്തി. ചെറിയ ഭൂരിപക്ഷത്തിനാണ് ആ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു 25,000 വോട്ടിന്റെ ഒരു അറൌണ്ട് 25,000-ഓളം വോട്ടുകൾക്കാണ് അന്ന് ശശി തരൂർ വിജയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുമ്മനം രാജശേഖരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. 1 ലക്ഷത്തിനടുത്തേക്ക് ശശി തരൂരിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ വർദ്ധിച്ചു. ഇത്തവണ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒക്കെ മുതലാളി കൂടിയായിട്ടുള്ള, ബാംഗ്ലൂരിൽ പ്രവർത്തന മേഖലയുള്ള ഒരു പകുതി മലയാളി ആയിട്ടുള്ള അദ്ദേഹമാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. എന്താണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം എന്ന് പറയുമ്പോൾ, തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പന്ന്യൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ ശശി തരൂരും, അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയും കൂടി വരുമ്പോൾ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടാകുകയും ആ ത്രികോണ പോരാട്ടത്തിൽ ആരും ജയിക്കാൻ സാധ്യതയുണ്ട്, തിരുവനന്തപുരത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ആരും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ത്രികോണ പോരാട്ടം ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ പ്രതീക്ഷിച്ച ആ ഒരു മുന്നേറ്റം നടത്താൻ CPIയുടെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടില്ല. കാരണം നിലവിലെ MP ആയിട്ടുള്ള ശശി തരൂർ 15 കൊല്ലമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വം എന്ന രീതിയിലും വലിയ ഇൻകംബൻസി ഒന്നും അദ്ദേഹത്തിനെതിരല്ല, വലിയൊരു എതിർപ്പുകളൊന്നും അദ്ദേഹത്തിനെതിരെ ഇല്ലാത്തത് കൊണ്ടും ശശി തരൂരിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായി. അത് പന്ന്യൻ രവീന്ദ്രനിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന മതേതര വോട്ടുകൾ, സെക്യുലർ വോട്ടുകൾ പൂർണ്ണമായിട്ടും ശശി തരൂരിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന്, ആ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും അത് തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ശശി തരൂരിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ചന്ദ്രശേഖർ അദ്ദേഹം വന്നു എന്നത് ഒരു പക്ഷേ കുമ്മനം രാജശേഖരനേക്കാളും രാജഗോപാലിനേക്കാളും ഒരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ. കാരണം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ നഗര കേന്ദ്രീകൃതമായത് മാത്രമല്ല, ഒരുപാട് തീരദേശ മേഖല ഉൾപ്പെടെയുള്ള ഗ്രാമാന്തരങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. അപ്പൊ അത്തരം പ്രദേശങ്ങളിലേക്ക് എത്രത്തോളം അദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻപ് രാജഗോപാലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനും ഒക്കെ നടത്തിയ ആ ഒരു പ്രകടനം അതേ അർത്ഥത്തിൽ അദ്ദേഹത്തിന് നടത്താൻ കഴിയുമോ എന്നത് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ശശി തരൂരിന് ലഭിക്കാവുന്ന വോട്ടുകൾ പലതും പന്ന്യൻ രവീന്ദ്രന് ലഭിക്കും എന്നൊരു തോന്നൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിലുണ്ടായിരുന്നു, പ്രചരണത്തിന്റെ തുടക്കഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതും ഇപ്പൊ മാറിയിരിക്കുന്നു. ഒരു ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം അവിടെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ശശി തരൂര് വിജയത്തിലേക്ക് എന്ന രീതിയിൽ BJPയും അതുപോലെ തന്നെ BJP അവിടെ എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ത്രികോണ പോരാട്ടം നടത്തത്തിൽ വലിയ സാധ്യത
തിരുവനന്തപുരത്തും തൃശ്ശൂരാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇപ്പൊ ഒരു തിരുവനന്തപുരം വിട്ട് തൃശ്ശൂരിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതൊരു തോന്നൽ മാത്രമാണ്. പക്ഷേ ഇതൊക്കെ ഒരു നിരവധിയായിട്ടുള്ള വിലയിരുത്തലുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് അനുകൂലമായ ഒരു എഡ്ജ് എന്ന് പറയാൻ കഴിയില്ല, ഒരു മുന്നേറ്റം അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് തിരുവനന്തപുരം മണ്ഡലം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറയേണ്ടി വരും.